നമസ്കാരം. പതിരും കതിരും. സ്റ്റീൽ ബോംബും നുണബോംബും കയ്യിലിരുന്ന് പൊട്ടിയതിൻ്റെ മാരക പൊള്ളലാണ് വടകരയിലെ CPM ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ ക്ലിപ്പ് വെച്ച് നമ്മളൊരു കലക്ക് കലക്കുമെന്ന മട്ടിലായിരുന്നു കുഞ്ഞിക്കട്ടൻ മുതൽ ചാനൽ ചർച്ചയ്ക്ക് വന്ന അരുൺകുമാർ വരെ ആഹ്ലാദിച്ചത്. പണ്ടൊരു കമ്മീഷൻ സോളാർ നായികയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ക്ലിപ്പിനായി അരിച്ചു പെറുക്കാൻ ആളെ വിട്ട കഥ ഓർത്തു പോകുന്നു. ഒറ്റ മനുഷ്യൻ അന്നു രാത്രി ഉറങ്ങിയിരുന്നില്ല. എന്നാൽ അന്ന് കൂർക്കം വലിച്ച് നേരത്തെ ഉറങ്ങിയത് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. തൻ്റെ ആത്മാവിലും ശരീരത്തിലും അത്രയ്ക്ക് ഉറപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ കൂമ്പടയുകയും അശ്ലീലങ്ങൾ ശ്ലീലമാവുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. ചുവന്ന കൊടി പിടിക്കുകയും പച്ചക്കള്ളങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ CPM അധപ്പതിച്ചു. ഒരു അശ്ലീല ചിത്രത്തിൽ ഒരു വനിതാ നേതാവിൻ്റെ തല വെട്ടിക്കയറ്റിയാൽ അത് കണ്ട് ആനന്ദിക്കുന്ന മനോരോഗികൾ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ ശൈലജ ടീച്ചറിൽ അങ്ങനെ ഒരു അശ്ലീലം ശത്രുക്കൾ പോലും ആരോപിക്കില്ല. എന്നിട്ടും അതൊരു കോളിളക്കമാക്കി മാറ്റാൻ അവർ തന്നെ മുന്നിൽ നിന്നു. എതിർ സ്ഥാനാർത്ഥിയെ മുതൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളെ വരെ അവർക്ക് ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞു. എൻ്റെ ക്ലിപ്പ് കണ്ടേ എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ ശൈലജ ഇപ്പോൾ പറയുന്നത് ക്ലിപ്പും വീഡിയോയുമല്ല, പോസ്റ്റർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ്. ക്ലിപ്പ് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാണെന്നും ടീച്ചർ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ അന്ന് കണ്ഠമിടറിയത് എന്തിനായിരുന്നു? അത് കണ്ഠമിടറിയതല്ല, തൊണ്ടയടഞ്ഞതാ എന്നായി. ചുരുക്കി പറഞ്ഞാൽ ആ ക്ലിപ്പ് മിത്തായി. പക്ഷേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അത് സമ്മതിച്ചു കൊടുക്കുന്ന മട്ടല്ല. അശ്ലീല വീഡിയോ ഇല്ലെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞാലും കാര്യമില്ല. അങ്ങനെ ഒരു അശ്ലീലം ഉണ്ടെന്നും അത് ലോകമാകെ പരക്കുകയാണെന്നുമാണ് ഗോവിന്ദൻ പറയുന്നത്. പിണറായി വിജയനും ഗോവിന്ദനും കുഞ്ഞിക്കണ്ണനും വരെ ആ ക്ലിപ്പിൽ കയറി ഞാന്ന് തുടങ്ങി. എന്നാലും ഇതെല്ലാം ഒരു കാറ്റഗറി ആയത് എന്തൊരത്ഭുതമാണ്. CPM ഇപ്പോൾ എന്താ ഉണ്ടാക്കിയാലും അത് പടിക്കൽ വീണും കയ്യിലിരുന്നും പൊട്ടുന്ന അവസ്ഥയിലാണ്. സഖാക്കളുടെ തീവ്രത അളക്കാൻ നടക്കുന്ന AK ബാലനും ശ്രീമതിയും ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്തായാലും ടീച്ചർ മലക്കം മറിഞ്ഞു. തനിക്കെതിരെ അപകീർത്തി ഉണ്ടാക്കിയ ആരോപണം നടത്തിയതിന് ഷാഫി പറമ്പിൽ ടീച്ചർക്കെതിരെ വക്കീൽ നോട്ടീസും അയച്ചു. അതോടെ വടകരയിലെ മാത്രമല്ല കേരളത്തിലെ ഓന്തുകളുടെ കൂട്ടായ്മ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. അവർ തലകുനിച്ചുകൊണ്ട് പറയുകയാണ്, സഖാക്കളുള്ള ഈ കേരളത്തിൽ ഞങ്ങൾക്കിനി നിറം മാറാൻ വയ്യേ. അന്തസ്സായി തോൽക്കാനുള്ള ശൈലജയുടെ അവസരത്തെയാണ് ഗോവിന്ദൻ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് അവർ കോൺഗ്രസിൻ്റെ പേര് മാറ്റി പോൺഗ്രസ് എന്നാക്കിയത്? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാനായി കട്ടിലിൻ്റെ അടിയിൽ ഒളിക്യാമറ വെച്ച പുള്ളികൾ എന്തുകൊണ്ട് പോൺസിസ്റ്റ് പാർട്ടി ആയില്ല? നാറ്റക്കേസുകളിൽ നീരാടി നിവരാൻ ഇവർ പണ്ടേ വശമുള്ളവരാണ്. ക്ലിപ്പ് മിത്താകുന്നതിന് മുമ്പ് വടകരയിൽ നടന്ന ചാനൽ ചർച്ചയിൽ CPMൻ്റെ നേതാവ് കുഞ്ഞിക്കണ്ണനാണ് പങ്കെടുത്തത്. കുഞ്ഞുണ്ണിക്കെന്നും കുഞ്ഞായിരിക്കാൻ മോഹമെന്ന് കവി കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ കുഞ്ഞിക്കണ്ണൻ ഇപ്പോഴും കുഞ്ഞായി തന്നെ തുടരുകയാണ്. കുടുംബ പേജുകളിൽ ശൈലജയ്ക്കെതിരെ അശ്ലീല ചിത്രം പ്രദർശിപ്പിക്കുന്ന വൃത്തികെട്ട വർഗം ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങ് പ്രവർത്തിക്കുകയാണത്രേ. ഇതായിരുന്നു കുഞ്ഞിക്കണ്ണൻ്റെ ആരോപണം. ഇതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് ഇല്ല നിൽക്കുന്ന പോലീസ് പിണറായി വിജയൻ്റെ ആണോ കോൺഗ്രസിൻ്റെ ആണോ എന്നാണ്. എങ്കിൽ പിന്നെ ഫ്ലാറ്റിൽ പോയി അവരെ കയ്യോടെ പൊക്കാമായിരുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടം എത്തുന്നതിന് മുമ്പ് കുഞ്ഞിക്കണ്ണൻ നടത്തിയ ഒരു വർണ്ണനയുണ്ടായിരുന്നു ടീച്ചറെ പറ്റി. ലോകത്തിൻ്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങിയ ഒരമ്മയാണത്രേ ശൈലജ. അവരെ എത്ര ആദരിച്ചിട്ടും ലോക സർവകലാശാലകൾക്ക് ഇപ്പോഴും കൊതി തീരുന്നില്ലത്രേ. ശൈലജ ലോകമാതാവാണെങ്കിൽ മദർ തെരേസയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയാണ് ശൈലജ ടീച്ചർ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായത്? മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് ബാധിച്ചു മരിച്ചതിൻ്റെ പേരിലാണോ, അതോ PPE കിറ്റ് അഴിമതിയുടെ പേരിലോ? കാലൻ്റെ കണക്കപ്പിള്ളയായ ചിത്രഗുപ്തൻ പേര് വെട്ടി ആളെ ലോഡ് കണക്കിന് മേൽപോട്ട് കൊണ്ടുപോയിട്ടും ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കള്ളക്കണക്കുണ്ടാക്കിയ ആരോഗ്യവകുപ്പിൻ്റെ അമരത്ത് അന്ന് ശൈലജയായിരുന്നു. ഈ ക്ലിപ്പും അശ്ലീലവും കള്ളക്കണ്ണീരും പൊക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ശൈലജ ജയിച്ചു പോയേനെ. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്.
എവിടെങ്കിലും അല്പം അശ്ലീലം കുത്തിക്കയറ്റിയില്ലെങ്കിൽ ഒരു സമാധാനക്കേട്. നട്ടേടത്ത് കുഴിച്ചാൽ ചുട്ടെങ്കിലും തിന്നാമെന്ന് ഈ പാർട്ടി നേതാക്കൾ എന്ന് പഠിക്കും. നന്ദി.